ഓരോ മണിക്കൂറിലും ആ മണിക്കൂറിന് തുല്യമായി മണിയടിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ ആകെ എത്ര മണിയടിക്കും? ഇതാണ് ചോദ്യം. ഓരോ മണിക്കൂറിലും ആ മണിക്കൂറിന് തുല്യമായി മണിയടിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ ആകെ എത്ര മണിയടിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1 മണിയാകുമ്പോൾ ഒരു തവണ റിങ് ചെയ്യും. 2 മണിയാകുമ്പോൾ 2 തവണ റിങ് ചെയ്യും. 3 മണിയാകുമ്പോൾ 3 തവണ റിങ് ചെയ്യും. 4 മണിയാകുമ്പോൾ 4 തവണ റിങ് ചെയ്യും. 5 മണിയായി എന്ന് അറിയിക്കുന്ന 5 തവണ റിങ് ചെയ്തുകൊണ്ടാണ്. പഴയ തറവാട് വീടുകളിലൊക്കെ അങ്ങനത്തെ പെൻഡുലം ക്ലോക്കുകളുണ്ട് അല്ലെ? ഇത്തരത്തിലുള്ള ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ ആകെ എത്ര തവണ റിങ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, അതിന്റെ ഉത്തരം കാണാതെ പഠിച്ചു വെക്കാം. അത് 156 ആണ്. അത് വന്ന വഴി ഞാൻ പറഞ്ഞു തരാം. വന്ന വഴി പഠിക്കണം എന്നില്ല. ഇത്തരം ചോദ്യം വന്നാൽ ഒരിക്കലും ഉത്തരം മാറില്ല. അതുകൊണ്ട് ആ വാല്യൂ കാണാതെ പഠിച്ചാൽ മതി. ഓരോ മണിക്കൂറിനും ആ മണിക്കൂറിന് തുല്യമായി മണിയടിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ ആകെ എത്ര മണിയടിക്കും എന്ന് ചോദിച്ചാൽ ആൻസർ 156. ഇനി അത് വന്നത് പറഞ്ഞു തരാം മക്കളെ. 1 മണിയാകുമ്പോൾ 1 തവണ അടിക്കും. 2 മണിയാകുമ്പോൾ 2 തവണ അടിക്കും. 3 മണിയാകുമ്പോൾ 3 തവണ അടിക്കും. 4 മണിയാകുമ്പോൾ 4 തവണ അടിക്കും. അങ്ങനെ 12 മണി വരെ എത്ര തവണ അടിക്കുമെന്ന് കണ്ടുപിടിക്കുക ആദ്യം. 1 മണി ടു 12. 1 മണി മുതൽ 12 മണി വരെ എത്ര തവണ റിങ് ചെയ്യും എന്നറിയാൻ 1 മുതൽ 12 വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ മതി. ഓക്കെ, എണ്ണൽ സംഖ്യകൾ കൂട്ടാൻ n × n+1/2 ആണ് നമ്മുടെ ഇക്വേഷൻ എന്നറിയാം. എണ്ണൽ സംഖ്യകൾ കൂട്ടാൻ n × n+1/2 ആണ്. ഇവിടെ n 12 ആണ്, n+1 13 ആണ്, ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ശരിയാണോ മക്കളെ? ഈ 2ഉം 12ഉം വെട്ടിപ്പോകും. 6 × 13 78 തവണ എന്ന് കിട്ടും. അപ്പം ഓരോ മണിക്കൂറിനും മണിക്കൂർ തുല്യമായി മണിയടിക്കുന്ന ക്ലോസ് 12 മണിക്കൂറിനിടയ്ക്ക് 78 തവണ. ഇങ്ങനെ ഒരു ദിവസത്തിൽ 2 തവണ 12 മണിക്കൂർ വരും. 1 to 12 അടിക്കും, വീണ്ടും 1 to 12 അടിക്കും. അപ്പൊ 78 × 2 ആകെ ഒരു ദിവസത്തിൽ 156 തവണയാണ് ക്ലോക്ക് മണിയടിക്കുന്നത്. 156 തവണ. അപ്പൊ ഇതാണ് അത് വന്ന വഴി. ഇത് ചെയ്യുന്ന രീതി പഠിക്കണം എന്നില്ല. ആ വാല്യൂ അതൊന്ന് കാണാതെ പഠിച്ചാലും മതി. ഓരോ മണിക്കൂറിലും മണിക്കൂറിന് തുല്യമായ മണിയടിക്കുന്ന ക്ലോക്ക് ദിവസത്തിൽ ആകെ എത്ര തവണ മണിയടിക്കും. ഓക്കെ.